രാവിലെ എല്ലാം പാക്ക് ചെയ്ത് ഇത് കറക്റ്റ് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേ ഞങ്ങൾ ഇറങ്ങാനുള്ള പ്ലാനായിരുന്നു. ഭുവനേശ്വരിൽ സ്റ്റേ ചെയ്തപ്പോൾ തൊട്ടാണ് നമ്മൾ യാത്ര ഇച്ചിരി സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങി. നേരത്തെ ഇറങ്ങാനും ശ്രമിച്ചത്. പിന്നെ നല്ല മഴയുണ്ട്. ഇപ്പം ടൈം ഇല്ല 4:58. മാക്സിമം എത്രയും നേരത്തെ എണീറ്റ് നമുക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നോ അതായിരിക്കും ഏറ്റവും നല്ലത്. വെളുപ്പിനെ എന്ന് പറയുമ്പോൾ ഹൈവേ ഒക്കെ നല്ല ഫ്രീ ആയിട്ട് കിടക്കും. നമുക്ക് നല്ല കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റും. യാത്ര കയറി കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി തെങ്ങും തോപ്പുകളും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റും. അതുവരെയും തെങ്ങ് റയറായിട്ട് നമുക്ക് അവിടെ ഇവിടെയൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. നല്ലപോലെ ആകാശമൊക്കെ തെളിഞ്ഞ് മഴയൊക്കെ പെയ്ത് തോർന്ന് നിൽക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ആന്ധ്ര ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റോഡൊക്കെ അത്യാവശ്യം കൊള്ളാം, കുഴപ്പമില്ല, നല്ല റോഡാണ്. ആന്ധ്രയിൽ മിക്സ്ഡ് കാലാവസ്ഥയായിരുന്നു. ചില ഭാഗങ്ങൾ വരുമ്പോൾ നല്ല മഴയും ചില ഭാഗങ്ങൾ വരുമ്പോൾ നല്ല വെയിലുമായിട്ട് പിന്നെ മാറിയും തിരിഞ്ഞുമൊക്കെ ഉള്ളൊരു കാലാവസ്ഥയായിരുന്നു ആന്ധ്രയിൽ. അങ്ങനെ നമ്മളിന്ന് രാവിലത്തെ ഒരു ചായ കുടിക്കുക. സമയം 10:30 പക്ഷെ ഞങ്ങൾ ഇപ്പോഴാണ് ചായ കുടിക്കുന്നത്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചട്നിയാണ്. ഞങ്ങൾ ഡിസ്പോസിബിൾ പ്ലേറ്റും ഗ്ലാസ്സും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞങ്ങൾ ഈ ഹോട്ടലിൽ കയറി നമ്മൾ ഓർഡർ കൊടുത്തിട്ടൊക്കെ ഭയങ്കരമായിട്ട് ടൈം വേസ്റ്റ് ആകുന്നു. അപ്പോൾ ഞങ്ങൾ പാഴ്സൽ മേടിച്ച് കാറിൽ ഇരുന്ന് കഴിക്കുക. ദോശയും ചട്നിയും. ഫസ്റ്റ് സെക്കൻഡ് ഡേയിലെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ ചായ കുടിക്കാൻ 1 മണിക്കൂർ, പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് 1 മണിക്കൂർ, അങ്ങനെ കുറേ ടൈം നമ്മൾ വേസ്റ്റ് ആക്കിയിരുന്നു. അപ്പം പിന്നെ നമുക്കത് മനസ്സിലായത് ചായയും ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഒന്നിച്ച് കഴിക്കാമല്ലോ എന്നുള്ളത്. അത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറുന്ന ടൈമും ഒന്ന് ചേഞ്ച് ചെയ്ത് റോഡിൽ നല്ല തിരക്കുള്ള ടൈം എന്ന് വെച്ചാൽ ഒരു 9-10 മണി ആ ടൈമിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറും. അപ്പോൾ നമുക്ക് റോഡിലെ തിരക്ക് കഴിയുമ്പോഴത്തേക്ക് കഴിച്ചിട്ട് പിന്നെയും സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ഇന്ന് ഞങ്ങളാണെങ്കിൽ ആന്ധ്രയിൽ നിന്നൊരു ലഞ്ച് കഴിച്ചു. നല്ലതായിരുന്നു, ഒരു വെറൈറ്റി. കുറേ ദിവസത്തിന് ശേഷം ഒരു ചെറിയൊരു സദ്യ ഉണ്ടൊരു ടീം കൊള്ളാം. ഈവനിങ് ഒരു 5 മണിയോടുകൂടി ഞങ്ങൾ വിജയവാഡ എത്തി. വിജയവാഡ ഗുണ്ടൂർ എന്ന് പറയുന്ന സിറ്റിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റൂം ഇതാണ്. ഇന്ന് നമ്മൾ ഡിന്നറിനായിട്ട് ഹൈദരാബാദി ബിരിയാണിയാണ് മേടിച്ചിരിക്കുന്നത്. വെളുപ്പിനെ 4:30 ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങുക. ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു.
നല്ല ഇഡ്ഡലിയും ദോശയൊക്കെ കിട്ടുന്നൊരു റെസ്റ്റോറൻറ്റ്. അതിൽ കയറി നല്ല ഫുഡുമായിരുന്നു കഴിക്കാൻ. ഇന്ന് രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ, ഇഡ്ഡലി, ചട്നി, സാമ്പാർ. ഇതൊരു കോംബോ ആയിട്ട് വരുന്നതാണ്. അവിടെ ഒരു ചെറിയൊരു പാർക്ക് പോലൊരു സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ശിവാനിക്ക് പിന്നെ വീട്ടിലേ വരണ്ട, അവിടെ കിടന്ന് കളിക്കണം. കുറച്ച് നേരം ഞങ്ങൾ കളിക്കാനൊക്കെ ടൈം കൊടുത്തു. കാര്യം 3-4 ദിവസമായിട്ട് വണ്ടിയിൽ തന്നെ കുത്തിയിരിക്കുകയാണല്ലോ. പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി കളിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി. നമ്മളങ്ങനെ തിരുപ്പതിയായി. ഇത് ആന്ധ്ര തമിഴ്നാട് ബോർഡറാണ്. അങ്ങനെ നമ്മൾ തമിഴ്നാട് കയറിയിരിക്കുന്നു. പാർട്ടി പരിപാടി ഏത് പാർട്ടിയാണെന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ ഇഷ്ടംപോലെ ഈ സൈഡിൽ ഫ്ലാഗൊക്കെ കെട്ടി 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 വെച്ചിരിക്കുക. അപ്പുറത്തൊരു പാലമുണ്ട്, അതിനകത്തൊന്നുമില്ല. ഇന്നത്തെ നമ്മുടെ ലഞ്ചിന് റൈസ് വന്നിട്ടില്ല. നല്ലൊരു ലഞ്ചായിരുന്നു കഴിച്ചത്. അമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നായിരുന്നു രസമൊക്കെ കൂട്ടിയുള്ള ലഞ്ച്. മാക്സിമം നമ്മൾ അന്ന് തന്നെ വീട്ടിലെത്താനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ നമ്മുടെ കേരളത്തിലെ ബ്ലോക്കും റോഡിൻ്റെ അവസ്ഥയൊക്കെ വെച്ച് നമ്മൾ അങ്ങനെ പോകാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ലേറ്റായിട്ടേ വീട്ടിലെത്തത്തുള്ളൂ. അപ്പോൾ നൈറ്റ് ഡ്രൈവ് ഇത്രയും റിസ്കി ആയതുകൊണ്ട് ഞങ്ങൾ അന്ന് കോയമ്പത്തൂർ സ്റ്റേ ചെയ്തു. അവിടുന്ന് നെക്സ്റ്റ് ഡേ നമ്മൾ വെളുപ്പിനെ തന്നെ ഇറങ്ങി. വെളുപ്പിനെ 4:30 നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ആനവണ്ടി കണ്ടിരിക്കുകയാണ് എറണാകുളം. തുരങ്കമല്ലേ? അങ്ങനെ പാലക്കാട് കയറി.
കേരളം കയറിക്കഴിഞ്ഞുള്ള ഒരവസ്ഥ പിന്നെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. 230 കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ പാലക്കാട് തൊട്ട് നമുക്ക് കായംകുളം വരെ വരാൻ. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ ക്ഷീണിച്ച് പോയതും ഇത്രയും വരാൻ വേണ്ടി മാത്രമായിരുന്നു. തൃശ്ശൂരൊക്കെ എത്താറായി കഴിഞ്ഞപ്പോൾ ഭയങ്കര മഴയായിരുന്നു. നമുക്ക് ഡ്രൈവ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള സൈസിലാണ് മഴയായിരുന്നു തൃശ്ശൂർ കഴിയുന്നത് വരെ. എറണാകുളമൊക്കെ ആയപ്പോഴത്തേക്ക് റോഡിൽ നല്ല തിരക്കുള്ള ടൈമായി. ആ ടൈമിൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇറങ്ങിയപ്പോഴത്തേക്ക് മഴയെല്ലാം മാറി നല്ല പോലെ അങ്ങ് കാലാവസ്ഥ തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആലോചിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും നമ്മുടെ കേരളത്തിൽ മാത്രം ഇതുവരെയും ഈ ഹൈവേയുടെ പണി പൂർത്തിയാക്കാതെ കിടക്കുന്നത്. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം നമ്മൾ ആ ഹൈവേ കൂടെ അല്ലേ യാത്ര ചെയ്ത് ഇവിടം വരെ വന്നത്. അങ്ങനെ നമ്മുടെ ആലപ്പുഴ ബൈപ്പാസ് എത്തിയിരിക്കുന്നു. ഞങ്ങൾ പിന്നെ നേരെ പോയത് ഞങ്ങളുടെ വല്യമ്മയുടെ വീട്ടിലേട്ടാണ്. അവിടെ എൻ്റെ അനിയത്തിയുടെ കല്യാണമൊക്കെ. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ കയറി പിന്നെ വൈകിട്ടോടു കൂടി വീട്ടിലൊക്കെ പോയത്. സ്നേഹം പ്രകടിപ്പിക്കില്ല, സ്നേഹം പ്രകടിപ്പിക്കും. നമ്മുടെ ട്രാവൽ വ്ളോഗിൻ്റെ ലാസ്റ്റ് പാർട്ടാണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.